മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നായ പനാമ കനാൽ പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും തമ്മിൽ കൂട്ടിയിണക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത്. കൂടാതെ പ്രതിവർഷം ഏകദേശം $270 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ 40%-ലധികവും പനാമ കനാൽ വഴിയാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ ഇൻഡസ് ഏഷ്യനിക് ജലപാതയിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്ന കപ്പലുകളുടെ 2/3 ഇവയാണ്. ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള താല്പര്യത്തിന്റെ കാരണവും. ഏതു വിധേനയും പനാമ കനാൽ ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ വാക്കിലൂടെ യഥാർത്ഥത്തിൽ പുറത്തു വന്നത് ട്രംപിന്റെ തന്നെ ശബ്ദമായിരുന്നു. ആ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി പനാമയുമായി നിരവധി സൈനിക വിന്യാസങ്ങളും സംയുക്ത അഭ്യാസങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഹെഗ്സെത്ത് അറിയിച്ചിരിക്കുന്നത്. പ്രധാന ജലപാത വീണ്ടെടുക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചിട്ടുള്ള ഭീഷണികളെ തുടർന്ന് കനാലിന്റെ സുരക്ഷയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് ഈ സൗകര്യത്തെ ഹെഗ്സെത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചൈന ഈ കനാൽ നിർമ്മിച്ചിട്ടില്ല, പ്രവർത്തിപ്പിക്കുന്നുമില്ല, ആയുധമാക്കുകയുമില്ല എന്നും ഹെഗ്സെത്ത് തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. സമാന ചിന്താഗതിക്കാരായ സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ചേർന്ന് അമേരിക്ക പനാമ കനാൽ ചൈനയുടെ സ്വാധീനത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നും പറയുന്നുണ്ട്. കനാലിന്റെ നിയന്ത്രണം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുമെന്ന് പലവട്ടം ഭീഷണി മുഴക്കിയ ട്രംപിന് പക്ഷെ അവയിലേക്കൊന്നും അടുക്കാൻ തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്വയം വരുത്തിവെച്ച കെണികളിൽ കിടന്ന് ഇപ്പോൾ ട്രംപ് നട്ടം തിരിയുകയാണ്. ട്രംപിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പലതും ഇപ്പോഴും ട്രംപിന്റെ മേശപ്പുറത്ത് വെളിച്ചം കാണാതിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അമേരിക്കയുടെ സൈനിക വാണിജ്യ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വിശ്വസനീയമായ സൈനിക ഓപ്ഷനുകൾ നൽകാൻ ട്രംപ് പെന്റഗണിനോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഹെഗ്സെത്തിന്റെ യാത്ര. പതിറ്റാണ്ടുകൾക്ക് ശേഷം പനാമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഹെഗ്സെത്ത്. ഇതിന്റെ ഭാഗമായി പനാമയിലും പരിസരത്തും ഒന്നിലധികം അമേരിക്കൻ നാവിക കപ്പലുകൾ, കോസ്റ്റ് ഗാർഡ് ആസ്തികൾ, വിമാനങ്ങൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഹെഗ്സെത്ത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നിലവിൽ പനാമയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ആസ്തികളിൽ ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളായ USS ചോസിൻ, USS നോർമാൻഡി എന്നിവയും US കോസ്റ്റ് ഗാർഡ് കട്ടറായ USS GS കിംബലും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വ്യോമ സമുദ്ര ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഉഭയകക്ഷി അഭ്യാസങ്ങളിൽ US മറൈൻ കോർപ്സും നാവിക വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം രഹസ്യാന്വേഷണ ശേഖരത്തിനായി ചൈന സാമ്പത്തിക സ്വാധീനം ഉപയോഗിക്കുന്നതായിട്ടാണ് അമേരിക്ക ആരോപിക്കുന്നത്. ചൈന ആസ്ഥാനമായുള്ള കമ്പനികൾ കനാൽ മേഖലയിൽ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തുടരുക എന്നും പനാമയിലുടനീളം നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ചൈനയ്ക്ക് കഴിവ് നൽകുന്നു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പനാമയിലെ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ വാദങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. പനാമ കനാൽ പനാമക്കാർ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നും ചൈനീസ് നിയന്ത്രണത്തിന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നുമില്ല എന്നും ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് പിന്മാറാനുള്ള പനാമയുടെ ഔപചാരിക നീക്കം മുലീനോ പ്രഖ്യാപിക്കുകയും കുടിയേറ്റക്കാർക്കെതിരായി ട്രംപിന്റെ നടപടികളെ സഹായിക്കുകയും ചെയ്തിരുന്നു. പനാമക്കാരല്ലാത്തവരെ നാടുകടത്താനുള്ള വിമാനയാത്ര അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ തന്റെ രാജ്യത്തെ അപകടകരമായ ഡാരിയൽ കാർഡുകളിലൂടെ കടന്നു പോകുന്നവരുടെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റം തടയാൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. മെക്സിക്കോയുമായുള്ള അമേരിക്കയുടെ അതിർത്തിയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കുക, നാടുകടത്തൽ വിമാനങ്ങൾക്കായി സൈനിക വിമാനം നൽകുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഹെഗ്സെത്ത് ട്രംപിന്റെ തെക്കൻ കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെ ആവേശത്തോടെ പിന്തുണച്ചിട്ടുണ്ട്. ചൈനീസ് കമ്പനികൾക്ക് വ്യാപകമായ വാണിജ്യ സാന്നിധ്യം ഉള്ളതിനാൽ അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകൾ വ്രണപ്പെടുന്ന പനാമ കനാലിന്റെ നടത്തിപ്പിലും പ്രവർത്തനത്തിലും യഥാർത്ഥത്തിൽ ചൈന ഒരിക്കലും ഇടപെട്ടിട്ടില്ല എന്നാണ് പനാമയിലെ ചൈനീസ് എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ചൈനയാണ് കനാൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന തെറ്റായ വാദമാണ് ട്രംപ് ഉന്നയിക്കുന്നതെന്നും ഹെഗ്സെത്ത് പറഞ്ഞ ഒരു കാര്യം പോലും ശരിയല്ലെന്നും ചൈന ആരോപിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് കനാൽ മുറിച്ചു മാറ്റിയത്. അതിന് കാരണം അമേരിക്കയുടെ അധിനിവേശം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് കനാലിന് ഭീഷണിയായി ഇപ്പോൾ നിലകൊള്ളുന്നത്. അമേരിക്ക കനാൽ എങ്ങനെ വീണ്ടെടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു പനാമ കനാലിന്റെ ഇരു അറ്റങ്ങളിലുമുള്ള തുറമുഖങ്ങൾ ഉൾപ്പെടെ. ഹോങ്കോങ് കമ്പനിയായ CK ഹച്ചിസന്റെ $22.8 ബില്യൺ തുറമുഖ ബിസിനസിന്റെ ഭൂരിഭാഗവും അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കിന്റെ നേതൃത്വത്തിൽ ട്രംപ് വാങ്ങിക്കൂട്ടിയതാണ്. യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നാവികസേനയുടെ കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിലേക്ക് സഞ്ചരിക്കുമെന്നതിനാൽ ഏഷ്യയിലെ ഭാവിയിലെ ഏത് സംഘർഷത്തിനും അമേരിക്കൻ യുദ്ധക്കപ്പലുകളോട് കടന്നുപോകലിന് പനാമ കനാൽ നിർണായകമായേക്കും.
പനാമ കനാലിനെ കുറിച്ച് ഹെക്സത്ത് നടത്തിയ പരാമർശനങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും പനാമയിലെ ചൈനീസ് എംബസിയും എതിർത്തിരുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, കനാൽ നിയന്ത്രിക്കാനുള്ള സ്വന്തം അഭിലാഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മറയായി ചൈനയെ കനാലുമായി തെറ്റായി ബന്ധിപ്പിക്കുന്നത് എന്നിവ അമേരിക്ക നിർത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ചൈനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അമേരിക്കയുടെ ഭീഷണിയും ആധിപത്യ സ്വഭാവവും വീണ്ടും വെളിപ്പെടുത്തുന്നു എന്നാണ് അവരുടെ പക്ഷം. കനാൽ ഒരു ശാശ്വത നിഷ്പക്ഷ രാഷ്ട്ര ജലപാതയാണെന്ന് ചൈന അംഗീകരിക്കുന്നുണ്ട്. പനാമയെ ഭൗമരാഷ്ട്രീയ കളിയിലെ കരുക്കളായാണ് അമേരിക്ക കാണുന്നത്. പനാമയോടുള്ള അമേരിക്കയുടെ നയം പനാമയുടെ പരമാധികാരത്തോടുള്ള നഗ്നമായ അവഗണനയെയും ആഭ്യന്തര കാര്യങ്ങളിൽ ലജ്ജാകരമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നതാണ്. പനാമയും മറ്റ് രാജ്യങ്ങളെയും അമേരിക്ക വൈരാഗ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ക്രമത്തിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും തനിക്കും മറ്റ് രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങളും ഭിന്നതകളും വർദ്ധിപ്പിക്കാനുമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്.